നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതമേട്ടൻ കൊടുത്തതാ അമ്മേ. ഏട്ടന് ചേച്ചിയെ നമ്മളെയൊക്കെ വലിയ കാര്യ. നമുക്ക് തരാൻ വേണ്ടി ഏട്ടനാ ചേച്ചിക്ക് പണം കൊടുത്തത്. എന്നാലും നീ ഈ കാശ് വാങ്ങണ്ടായിരുന്നു. നീ എന്തു വർത്താന പറയുന്ന ചന്ദ്രി? നിങ്ങൾക്കൊരു കുറവും വരുത്തില്ല എന്ന് ഗൗതം വാക്ക് തന്നതല്ലേ? അവന്റെ സഹായം സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ്? ആ, ഞാനും ചന്ദ്രയുടെ പക്ഷത്ത്. നീ ഈ കാശ് വാങ്ങാൻ പാടില്ലായിരുന്നു. നിഖിൽ അധ്വാനിച്ച് കുടുംബം പോറ്റുന്നതായിരുന്നു നല്ലത്. എങ്കിൽ പിന്നെ ഞാൻ അത് തിരിച്ചു കൊടുത്തേക്കാം. ഞങ്ങള് തരാനുള്ള കാശ് അമ്മ എഴുതിത്തള്ളോ? ഇനി ഈ കാശ് തിരിച്ചു കൊടുത്ത് ഗൗതമിനെ അപമാനിക്കണ്ട. തന്നാൽ വാങ്ങാതിരിക്കുകയും വേണ്ട. പക്ഷേ നമ്മളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടാൻ പാടില്ല നിഖിലേ. ശരി അമ്മാവാ, ഞാൻ സഹായം ചോദിക്കില്ല. നീ സഹായം ചോദിച്ചാലും ഇല്ലെങ്കിലും ഗൗതമിന് ഇങ്ങനെ ഒരു ഉദാര മനസ്സുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഇനി കാശ് ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. അതോടെ തള്ളയ്ക്കും മൂനും അഹങ്കാരം കൂടും. എത്രയും വേഗം ഇക്കാര്യം വസുന്ധരയെ അറിയിക്കണം. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞത്? മാഡം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈശ്വരമംഗലത്തെ പണം മുഴുവൻ നിധി സ്വന്തം വീട്ടിലേക്ക് കടത്തുന്നത് മാഡം വല്ലതും അറിയുന്നുണ്ടോ? എന്റെ കുടുംബത്തിലെ പണം നിധി കടത്തിയെന്നോ? അതേ മാഡം. അവളുടെ അനിയൻ വഴിയാ നിധി കാശ് കടത്തുന്നത്. ഒരു ലോഡ് സാധനങ്ങളും വാങ്ങിയാ നിഖില് വീട്ടിലോട്ട് വന്നത്. കയ്യിൽ 500ന്റെ 2 നോട്ട് കെട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടു.